രാവിലെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാൽ ആ ഒരു ചിക്കൻ ബിരിയാണി നോക്കിയാലോ, വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് അത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കഴിക്കാൻ എളുപ്പത്തിന്. അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് തൈരും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. ഇനി കുറച്ച് ഓയിലിൽ സവോള ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അരി ഒരു 10-20 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിടണം. ജീരകശാല റൈസാണ്, അളന്ന് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട്. അരി അളന്നെടുത്ത പാത്രത്തിന് 2 പാത്രം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെക്കണേ. കുഞ്ഞുങ്ങൾക്ക് എരിവായതുകൊണ്ട് ഒരു പച്ചമുളക് മതിയാവും. സവോള പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഇട്ട് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പം അതിലേക്ക് ചിക്കൻ പുരട്ടി വെച്ചിട്ടില്ലേ അതങ്ങിട്ട് കൊടുത്ത് അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഇന്ന് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് ഓയിലും നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരി കുതിർത്തി വെച്ചിട്ടില്ലേ അത് വെള്ളം നല്ലപോലെ കളഞ്ഞിട്ട് അങ്ങിട്ട് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അരി ആ നെയ്യിൽ വഴറ്റി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളമില്ലേ അതങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഇളക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കണേ. ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു സവാള ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പകുതി ചോറ് മാറ്റി മസാല ഇട്ട് കൊടുക്കാം. വീണ്ടും ബാക്കി ചോറ് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ദം ചെയ്യുന്നവർ ദം ചെയ്തെടുക്കാവേ. മഞ്ഞൾ വെള്ളത്തിലോ പാലിലോ കലക്കി ഒഴിക്കണം കേട്ടോ, കളർ കിട്ടാനായിട്ട്. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയേ.